ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ നഗരത്തിലേക്കുള്ള വിജയോത്സവ ഘോഷയാത്രയുടെ പാവനസ്മരണയാണ് പാം സൺഡേ. ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ അവസാനത്തെ 7 ദിവസത്തിൻ്റെ തുടക്കമാണ് ഓശാന സംഭവം. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്കുള്ള യാത്രയിൽ ജനസഹസ്രങ്ങൾ ക്രിസ്തുവിനെ പിന്തുടർന്നു. ക്രിസ്തു മശിഹയാണെന്ന് ജനക്കൂട്ടത്തിന് അറിയാമായിരുന്നു. തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് ജനം ആർത്ത് വിളിച്ചു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന 118 സങ്കീർത്തനത്തിലെ ക്രിസ്തു പ്രവചനങ്ങളുടെ പ്രമോദം ജനഹൃദയങ്ങളിൽ ആ സമയം അലയടിച്ചു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് സഖരിയ പ്രവാചകനിലൂടെ ദൈവം നൽകിയ പ്രവചനമാണ് ഈ ദിവസം നിവൃത്തിയായത്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. അതെ, എല്ലാ അർത്ഥത്തിലും തങ്ങളുടെ രാജാവിനെ വളരെ ആർഭാടത്തോടെയാണ് അന്ന് ജനം എതിരേറ്റത്. ഈ ജനമുന്നേറ്റവും ആരവവും ഒക്കെ മതനേതൃത്വത്തിൻ്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി. തങ്ങളുടെ നിലനിൽപ്പിനും അധികാരസ്ഥാനങ്ങൾക്കും ക്രിസ്തു ഭീഷണിയാകുമോ എന്ന ഭയം അവർക്കുണ്ടായി. അതുകൊണ്ട് പ്രവചനങ്ങൾ ആഴത്തിൽ പഠിച്ച മതർ നേതൃത്വത്തിന് ക്രിസ്തു വരുവാനുള്ള മെശിഹയാണെന്ന വിസ്മയ സത്യം മനസ്സിലായി. പക്ഷേ അവരറിഞ്ഞില്ലെന്ന് നടിച്ചു. തിരുവചന സത്യത്തിന് നേരെ അവർ കണ്ണടച്ചു. ജനങ്ങളുടെ ഈ ആഘോഷം അധികം നീണ്ടുനിന്നില്ല. വിദേശ ശക്തികളിൽ നിന്ന് മശിഹ രാഷ്ട്രീയമായ മോചനം നൽകുമെന്നാണ് ഓടിക്കൂടിയ ആൾക്കൂട്ടം കരുതിയത്. എന്നാൽ മനുഷ്യന്റെ പ്രധാന ആവശ്യം രാഷ്ട്രീയ വിമോചനത്തേക്കാൾ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും ആത്മീയ രക്ഷയുമാണെന്ന് ദൈവമറിഞ്ഞിരുന്നു. തൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് ക്രിസ്തു പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഭൗതിക അജണ്ട മാത്രം മനസ്സിലുണ്ടായിരുന്ന ജനം അത് തിരിച്ചറിഞ്ഞില്ല. കുരിശിൻ്റെ വഴി അവർക്ക് ഗ്രഹിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് യെരുശലേമിനെ നോക്കി ക്രിസ്തു വിലപിച്ചു. ലൂക്കോസ് 19 അധ്യായം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു.
നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്കു ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്കൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന ഒരു കാലം നിനക്ക് വരും. വളരെ ശക്തമായൊരു പ്രവചനമായിരുന്നു അന്ന് കർത്താവ് നടത്തിയത്. അത് യാഥാർത്ഥ്യമായത് നമ്മൾ ഇന്ന് കാണുന്നു. രക്ഷകനെ കൺമുമ്പിൽ കണ്ടപ്പോഴും രക്ഷകൻ ആരാണെന്നും അവന്റെ നിയോഗം എന്താണെന്നും തിരിച്ചറിയാൻ ജനക്കൂട്ടത്തിനും മതനേതൃത്വത്തിനും കഴിയാതിരുന്നത് വളരെ നിർഭാഗ്യകരമായിപ്പോയി. അതുകൊണ്ട് ഓശാന എന്ന് വിളിച്ചവരിൽ പലരും ക്രിസ്തുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് അലറിയിട്ടുണ്ടാകും, തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകും. ഇന്നും ഉദ്ദിഷ്ട കാര്യസാധ്യങ്ങൾക്കായി ഓടിക്കൂടുന്ന ആൾക്കൂട്ടം ഈ പരമസത്യം മറന്നു പോകാറുണ്ട്. എന്നാൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞവർക്കും നിഷേധിച്ചവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ ഭാഗ്യവാനായ പൗലോസ് പറയുന്നുണ്ട്. 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപാട് പുസ്തകത്തിലും കുരുത്തോലകളേന്തിയ പുരുഷാരത്തിന്റെ സ്തുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ആദ്യത്തെ ഓശാന പെരുന്നാളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ നമ്മൾ കയ്യിൽ കുരുത്തോലയേന്തി സ്വർഗത്തിൽ ഒന്നിച്ചു ചേർന്ന് ആർത്തട്ടഹസിക്കുമെന്ന വെളിപാട് പുസ്തകത്തിലെ പ്രവചനം എത്ര വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഹോശാന പെരുന്നാൾ നിത്യതയിൽ യാഥാർത്ഥ്യമാകാനുള്ള സ്വർഗീയ സമ്മേളനത്തിലേക്കുള്ള ചുവടുവയ്പായി തീരട്ടെ. അതിന് നമ്മളെല്ലാവരെയും ദൈവം അർഹരും യോഗ്യരുമാക്കട്ടെ. ആത്മശരീര മനസ്സുകളെ വിശുദ്ധിയോടെ ഒരുക്കി നമുക്ക് പാടാം. ഓശാന, ദാവീദിൻ സുതന് ഓശാന, 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 ഓശാന. എല്ലാവർക്കും ഓശാന പെരുന്നാളിന്റെ അനുഗ്രഹങ്ങളും സന്തോഷവും കർത്താവ് നൽകട്ടെ. സ്നേഹപൂർവം എ പി ജോർജ്.